രത്നമ്മേ, രത്നമ്മേ, ഇവിടെ ആരും ഇല്ലേ? ആരാപ്പത്? മേലെടുത്ത ജാനകിയല്ലേ? രത്നമ്മയുടെ ആങ്ങള അഴകേശനല്ലേ? അതെ അതെ, വാ വാ, ശരി. ഇരിക്കൂ. രത്നമ്മ ഇവിടെ ഇല്ലേ? ചേച്ചി മകന്റെ അടുത്താ. മകൻ ആലപ്പുഴയിലാണ്. അത് ശരി. അങ്ങോട്ട് പോയിരിക്കുക, 2 ദിവസം കഴിഞ്ഞാ വരും. അഴകേശന്റെ കുടുംബമൊക്കെ? അത് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, ഒന്നും അങ്ങോട്ട് ശരിപ്പെട്ടു വന്നിട്ടില്ല ഇതുവരെ. അപ്പോ ഇതുവരെ കല്യാണം കഴിച്ചില്ലേ? അല്ല, അത് എനിക്ക് പറ്റിയത് ഒരെണ്ണം ഇതുവരെ ഒത്തു വന്നിട്ടില്ല. പിന്നെ ഓർമ്മ ഉണ്ടാ എന്നെ കണ്ടത്? ഞാൻ ചേച്ചീനെ അളിയനെയും കാണാൻ വന്നൊരു ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നേ. അപ്പോഴാ ചേച്ചി പറഞ്ഞത് കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു. പടവിട്ടു. ഞാനറിഞ്ഞു. ഞാനപ്പോ ചോദിച്ചു, ഒരാഴ്ചക്ക് മുമ്പേ പറയായിരുന്നില്ലേന്ന്. വിധിച്ചതല്ലേ നടക്കൂലേ? അല്ല, കുടുംബൊക്കെ? അദ്ദേഹം 1 വർഷത്തിന് മുമ്പ് മരിച്ചു. പിന്നെ 2 കുട്ടികളുണ്ട്. അവരുടെ കല്യാണമൊക്കെ ആയി കഴിഞ്ഞു. പിന്നെ മക്കളും ഒക്കെ ആയി. അതെ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കണ്ടേ? ഇവിടെ ആരും ഇല്ല. ചേച്ചിയുടെ മകള അവിടെയാണ്, തങ്കം. ഞാൻ വിളിക്കാം. തങ്കം, തങ്കം. എന്തോ? അതെ, ഒരു 2 ചായ എടുത്താ. ചായ ഈ നട്ടുച്ചയ്ക്ക് അമ്മാവൻ എന്താ അമ്മാവൻ അത് 2 എണ്ണം? എടി, ഇവിടെ ഒരാള് വന്നിട്ടുണ്ടെന്ന്. ആര്? അത് നീ ചായ കൊണ്ട് വരുമ്പോ കാണാ. നീ ആദ്യം ചായ എടുക്ക്. എന്തേലും ചോദിച്ചു കഴിഞ്ഞാ പിന്നെ എന്താണ് അതാണ്. എടുത്തിട്ട് വാ. അപ്പോ കുട്ടികളെ വേറെ കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് ഇങ്ങനെ കഴിയാണ് പോലെ. മക്കൾക്ക് എന്താ ജോലി? അവർക്ക് വലിയ ബിസിനസ് ഒക്കെയാണ് കാര്യങ്ങളൊക്കെ. പക്ഷേ എന്തുണ്ടായിട്ടെന്താ? അല്ല, അതിനെന്തിനാ കരയണേ? കരയണ്ട. ഞാനും അല്ലേ, തങ്കം, തങ്കം, ഒന്നിങ്ങോട്ട് വന്ന. അല്ല ജാനകി, എന്താ? എന്തല്ലേ അമ്മാവാ, മക്കളെ പാടുവിട്ട് പഠിപ്പിച്ച് ഒരു നിലക്കൊക്കെ ആക്കി ഇരുന്ന് കഴിക്കേണ്ട സമയത്ത് അവരിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുക. ഒരു കണക്കിന് കല്യാണം കഴിക്കാൻ ഞാൻ നന്നായി എന്നപ്പോ തോന്നുന്നു. മക്കളുടെ തല്ലുകൊള്ളാണ്ട് കഴിയാലോ. എല്ലാവരും എന്ന് വിചാരിച്ച അങ്ങനൊന്നും അല്ല. എല്ലാ സൗകര്യം ഉണ്ടായിട്ടും പാവം, എന്ത് കരച്ചില അത് കരയണേ? കുട്ടി മുറിക്ക് നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല പെരുന്തല്ല തീരക്കളല്ല. 4 കുട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല പെരുന്തല്ല തീരകളല്ല. അഴകേഷ് അമ്മാവൻ ഭയങ്കര ഗൗരവത്തിലാണല്ലോ. ആരുടെ മണ്ടക്കടിച്ച എന്തൊരു വലിയ കോളത്തുണ്ടല്ലോ. ഒത്തമ്മാവാ, ഒരു ഗംഭീര കോളത്തിട്ടുണ്ട്. 1-2 രൂപയല്ലേ, 1,30,00,000 രൂപയുടെ ഒരു വലിയ കച്ചവടം ഒത്തിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു ചെലവിന് ചില്ലറ പൈസയും വാങ്ങിയിട്ടുണ്ട്. അതാ മേലെടുത്ത ജാനുവമ്മയുടെ അല്ലേ? നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ ആ വായി നോക്കി മുരളിയുടെ അടുത്ത് പറഞ്ഞാണ് കച്ചവടം നടക്കണവരെ ആരോടും പറയില്ലെന്ന്. എങ്ങനെ അറിഞ്ഞു? ആ സ്ത്രീ ചേച്ചിയുടെ കൂട്ടുകാരിയാ. ചേച്ചിയെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. എന്തിന്? എടാ, ഈ കച്ചവടം നടന്ന ആ സ്ത്രീ പെരുവഴിയിലാവും. ഒരു വഴിയിലും ആവൂല അമ്മാവാ. അതെ, മുരളി അന്തസ്സായിട്ട് വലിയൊരു വീട് സിറ്റിയിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ഈ തള്ളയ്ക്ക് അവൻ്റെ കൂടെ പോയി താമസിച്ചൂടെ? അപ്പോൾ എന്താണ് അഹങ്കാരം? വയസ്സായാലും മക്കൾ പറയണത് കേട്ട് കൂടെ കഴിയണം. അവരൊരു പാവമാണ്. അവര് പാവമൊന്നുമല്ല, നമ്മൾ ഈ കാണുന്ന മുതലൊന്നുമല്ല. ഈ മുരളിക്കൊരു പെങ്ങളുണ്ടായേ, അവളെ കല്യാണം കഴിച്ച് വിടാൻ നേരത്ത് ഈ തള്ള പറഞ്ഞ് പൈസ മുഴുവൻ നീ ചിലവാക്കിക്കോ, ഈ വീട് സ്ഥലവും നിന്റെ പേരിൽ എഴുതി കൊടുക്കാം. അങ്ങനെ എഴുതി കൊടുത്തതാണ് ഈ വീട് സ്ഥലവും. ഇപ്പൊ അവനൊരാവശ്യം വന്നപ്പോൾ അത് വിൽക്കാൻ പറ്റില്ല എന്ന് ഈ തള്ള പറഞ്ഞ അത് ന്യായമാണോ? ആണോ? എടാ, അതെന്തെങ്കിലും ആവട്ടെ, നീ തൽക്കാലം ഈ കച്ചവടത്തിന് പോകണ്ട, ഇന്ന് പിന്മാറ്. അമ്മാവാ,
ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഇത് ഞാനല്ലെങ്കിൽ വേറൊരു ബ്രോക്കറി കച്ചവടം നടത്തും. രൂപ 1 2 അല്ല, 1,30,00,000 രൂപയുടെ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാമോ? ആ കമ്മീഷൻ വാങ്ങിച്ചിട്ട് വേണം എനിക്ക് രാഷ്ട്രീയമൊക്കെ വിട്ടിട്ടൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ. കർത്താവ് ഇരുന്നിരുന്ന് കൊണ്ടുവന്ന ഒരു അവസരമാണ് മാവാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആ സ്ത്രീക്ക് വാക്ക് കൊടുത്തു പോയി. നീ ഈ കച്ചവടത്തിൽ നിന്ന് പിന്മാറുന്നു, നീ വേണ്ട സഹായം ആ സ്ത്രീക്ക് ചെയ്തു കൊടുക്കുന്നു. അതെ, ഞാൻ അമ്മാവൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചിട്ട്, വാക്ക് കൊടുക്കാൻ അമ്മാവൻ്റെ ഭാര്യയൊന്നും അല്ലല്ലോ, നമ്മുടെ അമ്മയുടെ കൂട്ടുകാരി, അത്രയല്ലേ ഉള്ളൂ. അതെ, നീ എന്ത് പറഞ്ഞാലും ശരി, ആ സ്ത്രീനെ പെരുവഴിയിൽ ഇറക്കാൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, പെരുവഴിയിൽ ഇറക്കണ്ട. അമ്മാവൻ്റെ അവിടുത്തെ വീട് ഒഴിഞ്ഞു കിടക്കല്ലേ, അത് കൂട്ടിയിട്ടല്ലേ, നേരെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക. ഇനി അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാം, അമ്മയ്ക്ക് ഒരു കൂട്ടാവും. അതെ, അഴകേശനെ പറയണ്, നീ ഈ കച്ചവടം നടത്തില്ല, ഞാൻ തന്നെ വെല്ലുവിളിക്കാം. ആഹാ, അങ്ങനെയൊക്കെ പറഞ്ഞ അമ്മാവനെന്നുള്ളത് മറന്നിട്ട് പാലാക്കാരൻ മത്തായിയുടെ മോൻ ക്ലീറ്റസ് ഈ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നത്, ഞാൻ ഈ കച്ചവടം നടത്തും. ക്ലീറ്റസ്, ഇതിന്റെ പേരിലെങ്ങനെ സ്ത്രീ കണ്ണീര് കുടിച്ച പിന്നെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു അമ്മാവുണ്ടാവില്ല. അയ്യോ, സ്ത്രീ കണ്ണീര് കുടിക്കണേലാണ് അയാൾക്ക് വിഷമം. കുടുംബത്തിലുള്ള ഒരു കഞ്ഞി കുടിച്ചില്ലെങ്കിൽ ഒരു വിഷമമില്ല. ഇങ്ങനെ ഒരു അമ്മാവനെ ഞങ്ങൾക്ക് വേണ്ട. അല്ല ക്ലീറ്റോ, ഞാൻ പറയട്ടെ, നിക്കേ.